സൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം ഈ ഒരു ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. അപ്പോൾ പുത്ത വണ്ടിയാണ്, 2022 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വന്നേക്കുന്ന വണ്ടി. പിന്നെ വണ്ടി സ്പോർട്സ് എന്ന് പറഞ്ഞ എഡിഷനിൽ വന്നേക്കുന്ന വണ്ടിയാണ്, നമ്മുടെ വേരിയൻറ്റിൽ വന്നേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ വാഹനത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്രോൾ പ്ലസ് CNG വന്നേക്കുന്ന വാഹനമാണ്. പെട്രോൾ പ്ലസ് CNG എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, അതിൻ്റെ രീതിയിലുള്ള മൈലേജ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. നല്ല ഓട്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് ഞാനിപ്പോൾ ഓൾറെഡി ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞേ ഉള്ളൂ. പക്ഷേ വാഹനം എന്നെക്കാളും ഭംഗിയാണ്, നന്നായിട്ട് ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടി. ഇപ്പോൾ 2022 വണ്ടിയാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, അങ്ങനെയാണ് വണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് കണ്ടുവരാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എഞ്ചിൻ ഭാഗം ടയർ കണ്ടീഷനെല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പരിചയപ്പെടുത്തിട്ട് വീഡിയോ കണ്ടുവരാം. അതിനുശേഷം നോക്കിയതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പുത്തൻ വണ്ടിയാണ്. പുത്തൻ ഉദ്ദേശിച്ചത് 2022 മോഡലാണ് വന്നേക്കുന്നത്. 2022 മോഡൽ ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. അപ്പോൾ നിയോസ് വണ്ടീനെ കുറിച്ച് അറിയാം. അപ്പോൾ ഗ്രാൻഡ് ഐറ്റൻ തന്നെ നമുക്ക് ഒരുപാട് വേരിയൻസും ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഗ്രാൻഡ് ഐറ്റന് ശേഷം ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എന്ന് പറഞ്ഞ് കമ്പനി ഇറക്കിയേക്കുന്ന വണ്ടിയാണ്. നിയോസിൻ്റെ ബാഡ്ജ് നമുക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. പിന്നെ വണ്ടിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിലായാലും ആ ഒരു സ്ലോപ്പ് കട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ നമ്മൾ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് വണ്ടിയുടെ ഫുള്ള് വ്യൂവിലേക്കൊന്ന് പോയേക്കാം. ഇതിൻ്റെ ടോട്ടൽ വ്യൂവിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് വാഹനം വേണ്ട. ഇനി ടോപ്പ് വ്യൂവിലേക്ക് പോകാം. നല്ല നീറ്റായിട്ടിരിക്കും ടോപ്പ് വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിനി സൈഡ് പോർഷൻ ടയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ വീലാസിലേക്ക് വരാം. വീലാസ് ഒരു കുഴപ്പമില്ല, ഇത് ചെറിയ അഴുക്കാണ്, വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിട്ടിരിക്കും വീലാർച്ച്, കുഴപ്പമില്ലാത്ത ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഒറിജിനൽ ഹ്യുണ്ടയുടെ അലോയ്സ് തന്നെ വന്നേക്കണേ. വിൻഷീൽഡ് നല്ല നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ബോണറ്റ് നോക്കാം. ബോണറ്റായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ലാമ്പിലേക്ക് വരണമെങ്കിൽ ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഫോഗ് ലാമ്പ്സും നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഫ്രണ്ടിലെ ഗ്രില്ല് നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് ഗ്രില്ല് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. ഇവിടെ ലാമ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലാമ്പ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഫോഗ് ലാമ്പ്സും ഒരു ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ വീലാസിലേക്കും ടയർ കണ്ടീഷനിലേക്കും ലെഫ്റ്റ് സൈഡിൽ പോകാം. വീലാസ് നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന രണ്ട് ഡോർസ് കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ വിൻഷീൽഡ് നോക്കാം. റൂഫായാലും നീറ്റായിട്ടിരിക്കുന്ന റൂഫ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാസിലേക്കും ടയർ കണ്ടീഷനിലേക്ക് നോക്കാം. വീലാസ് നോക്കാം, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നമുക്ക് ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡീഫോക്കസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സ്പോർട്സ് എന്ന ഓപ്ഷനാണ്. അതിൻ്റെ പേരിൽ നമുക്കിവിടെ വൈപ്പേഴ്സും കാര്യങ്ങളും വരുന്നില്ല. സ്പോർട്സിൻ്റെ ബാഡ്ജ് നമുക്ക് കൂടെ കാണാൻ പറ്റും. നിയോസിൻ്റെ ബാഡ്ജ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. ഗ്രാൻഡ് ഐറ്റൻ്റെ ബാഡ്ജ് നമുക്ക് കൂടെ കാണാം. ലോവർ പോർഷനിലേക്ക് വരാം. ഇവിടെ പമ്പേഴ്സിലും നമുക്ക് ആ ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സൈഡിലേക്ക് പറയുകയാണെങ്കിൽ ഇവിടുത്തെ വിലാസും ടയർ നോക്കാം. ഈ വിലാസ് നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഒറിജിനൽ കമ്പനി അലോയ്സ് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസും കൂടെ കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. ഇതാണ് വാഹനത്തിൻ്റെ കീ വന്നേക്കണേ. നല്ല പവർ വിൻഡോസും ORM കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഡോർ പാഡ്സും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയേഴ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കിക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് വരുന്നത്. ഇവിടെ കീ നോക്കാം. ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 48,000 ചില കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. പിന്നെ CNG പ്ലസ് പെട്രോളാണ്. ഇവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. മാനുവലാണ് വരുന്നത്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. റിയറിലെ സീറ്റ് നോക്കാം. സീറ്റും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. റൂഫായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിലേക്കാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. നമുക്ക് ഓഫ് ചെയ്തിട്ട് വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡോർ പാഡ്സ് നോക്കാം. നല്ല നീറ്റായിട്ട് ഡോർ പാഡ്സ് കാണാൻ പറ്റും. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നല്ല വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ, നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം വണ്ടിയുടെ എൻജിൻ ഭാഗം ടയർ കണ്ടീഷനൊക്കെ നോക്കിക്കാം. ഞാൻ എൻ്റെ ബോണറ്റ് ഒന്ന് ഓപ്പ് ചെയ്യണം.
അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്രാനൈറ്റ് നിയോസിൻ്റെ ഒരു എൻജിൻ ഭാഗം നോക്കാം. ഫ്രഷ് വണ്ടി എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ. ഒരു രീതിയിലൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ലീക്കേജ് പോലും നമുക്ക് കിട്ടത്തില്ല. അത്രയ്ക്ക് നീറ്റായിട്ടിരിക്കുന്ന ഒരു എൻജിൻ ഭാഗം നമുക്കിവിടെ കാണാം. ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ്. എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നിരിക്കുന്ന എഡ്ജസ് നമുക്ക് ഇവിടെ കാണാം. കണ്ടോ, നീറ്റായിട്ടിരിക്കുന്ന ആപ്രോണും കാര്യങ്ങളും നോക്കാം. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല വൃത്തി തന്നിരിക്കുന്ന ലിഡ്, ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് ലിഡിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. CNG ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ CNGയുടെ വലിയൊരു കിറ്റും കൂടെ കാണാം. ബൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂട്ടിലെ ഇത്രയും സ്പേസേ ഉള്ളൂ. ചെറിയ ഒരു ബാഗും കാര്യങ്ങളൊക്കെ വയ്ക്കാം. അതിൽ കൂടുതലും സ്പേസ് നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം CNGയുടെ കിറ്റ് തന്നെ ഇതിൻ്റെ പകുതി കൂടുതൽ സ്പേസ് എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എഡ്ജസിലേക്ക് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഡാമേജോ കാര്യങ്ങളോ ഇല്ല. ലിഡിലേക്ക് വരാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം ഗ്രാനൈറ്റ് നിയോസ് ഞാൻ അധികം പരിചയപ്പെടുത്തിയിട്ടില്ല. പിന്നെ 2022 മോഡലും കൂടിയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എത്രയാണ്, ഒരു 1.5 കൊല്ലമൊക്കെ ആവാനുള്ള വണ്ടി ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടേക്കുന്നത്. പെട്രോൾ പ്ലസ് CNG വന്നേക്കുന്ന വാഹനമാണ്. അപ്പോൾ പെട്രോളിനും CNG നിങ്ങൾക്ക് ഓടിക്കാം. അതുകൂടാതെ തന്നെ നല്ല ഓട്ടോക്കുള്ള ആൾക്കാരെങ്കിൽ CNG ഒക്കെ അടിച്ച് ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജും കാര്യങ്ങളും ഈ വണ്ടി തരും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. പിന്നെ ഇയർ ഞാൻ പറഞ്ഞു സിംഗിൾ ഓണർഷിപ്പാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേരിയൻറ്റ് പറഞ്ഞു, സ്പോർട്സ് എന്ന വേരിയൻ്റാണ്. അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് റേറ്റിലേക്ക് ഇറങ്ങുന്നേക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി ഈ ഒരു വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ്, ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് 7,65,000 രൂപയാണ്. 7.65 lakhs. നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറും ഷോറൂം നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം. അതേപോലെ തന്നെ വാട്സാപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാം. ഞാൻ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ശേഷം ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഫോളോ ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.